വാർത്തയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണനെ കണ്ടെത്തി 24. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും തനിക്കറിയില്ലെന്ന് ശ്രീകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഡിണ്ടിഗലുള്ള മണിയെയോ ബാലമുരുകനെയോ തനിക്കറിയില്ല. തനിക്കെതിരെ ഇറിഡിയം കടത്തുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട് എന്നത് സത്യമാണ്. SIT സംഘം രാജപാളയത്തുള്ള തന്റെ വീട്ടിൽ ഡിസംബർ 25-ന് എത്തിയിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ 24ന്റെ പ്രതിനിധി രാഹുൽ വിജയനോട് പറഞ്ഞു. தெரியாது எதுவுமே பாலமுருகன் இல்லை. இங்கே உள்ள லோக்கல் ஆள் தவிர வேற வெளியில ஆட்களுக்கு எனக்கும் பந்தம் இல்லை. உன்னிகிருஷ்ணன் போட்டி இல்லை தெரியாது தெரியாது. அது அது அப்படி பண்ண எதுவும் தெரியல. அவங்க வந்து கேட்டிருந்தாங்கன்னா எனக்கு தெரிஞ்சிருக்கும். ஆனால் ஒன்றுமே எதுவுமே வந்தாங்க டக்கு டக்கு டக்குன்னு வீட்டில் வந்து பார்த்தாங்க, என்னவும் வந்து கூப்பிட்டாங்க, அங்கே வச்சு சொன்னாங்க. கிறிஸ்துமஸ் அன்னைக்கு 9 மணிக்கு நான் இல்லை நான் இருக்கும்போது நான் வந்து வண்டிப்பிரியார் மவுண்ட் எஸ்டேட் பிறகு சபரிமலையில் எங்கள் அண்ணனோட அம்மா இறந்து போச்சு. அப்போ நான் வந்து பேரையூர் பக்கம் போயிட்டேன். நீ வரணும். நாங்கள் சரி போலீஸ் வந்திருக்கு அப்படின்னா நம்ம மதிப்பு கொடுக்கணும் அப்படின்ட்டு வந்தாச்சு. வந்து நைட்டு ஓப்பியில் இங்கே என் பிள்ளைகிட்ட எல்லாம் இங்கே எல்லாம் கேட்டு எல்லாமே வீடெல்லாம் சர்ச் பண்ணி எல்லாம் தெளிவு ஒன்றும் இல்லை அப்படின்ட்டு போயிட்டாங்க. அப்பயும் கேட்க என்னென்னு உள்ள வச்சு ஸ்டேஷன் வச்சு கேட்க இந்த மாதிரி விஷயத்தை எதுவும் சொல்லலை. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ വിജയൻ, ഈ ശ്രീകൃഷ്ണനെ കണ്ടെത്താൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആദ്യം ബിരുദനഗറിലാണ് ഈ ശ്രീകൃഷ്ണൻ ഉള്ളത് എന്നാണ് അറിഞ്ഞിരുന്നത്. പിന്നീട് രാഹുൽ വിജയൻ അവിടെ എത്തിയപ്പോഴാണ് രാജപാളയം സ്വദേശിയാണ് ഈ ശ്രീകൃഷ്ണൻ എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഏതായാലും ശ്രീകൃഷ്ണനെ കണ്ടെത്തിയിരിക്കുകയാണ് രാഹുൽ വിജയൻ. 24ലൂടെ പ്രേക്ഷകർക്ക് ശ്രീകൃഷ്ണൻ എന്താണ് തൻ്റെ ഭാഗം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ശ്രീകൃഷ്ണനെ വലിയ സംശയം തന്നെയാണ്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ശ്രീകൃഷ്ണനുണ്ട്, ശ്രീകൃഷ്ണൻ വിളിച്ചിട്ടുണ്ട് എന്നതിൻ്റെ കോൾ രേഖകളൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണൻ, ഡി മണി, ബാലമുരുകൻ, അങ്ങനെ ഇവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, വിരുദനഗർ ജില്ലയിലെ രാജപാളയം, അതാണ് ഈ ശ്രീകൃഷ്ണന്റെ നാട്. വിരുദനഗർ ജില്ലയിലെ ഈ ശ്രീകൃഷ്ണൻ അത്ര ചെറിയ ബിരുദനൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ സംസാരത്തിലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും വലിയ കരുതലുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു സൂചന പോലും നൽകാതെ കൃത്യമായിട്ടുള്ള മറുപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പഠിച്ച് തയ്യാറാക്കിയ പോലത്തെ തന്നെ മറുപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് എനിക്ക് തോന്നുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും SIT പരിശോധന നടത്തി എന്നുള്ള കാര്യം കൃത്യമായി പറയുന്നുണ്ട്. SIT സംഘം 25-ാം തീയതിയാണ് രാജപാളയത്തെ ശ്രീകൃഷ്ണന്റെ വീട്ടിലെത്തുന്നത്. വൈകിട്ട് 9:30 എത്തി. പുലർച്ചെ 2:30 വരെ ആ പരിശോധന നീളുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ ശ്രീകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണന്റെ ഭാര്യയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പൊരുൾ ഇറുക്ക് എന്ന് പറഞ്ഞ് അവിടെ വന്ന് പരിശോധന നടത്തി. കോർട്ട് ഓർഡർ ഉണ്ട് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പിന്നീട് പരിശോധന നടത്തി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും SIT എഴുതി നൽകി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതും അവർ കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഒരു തരത്തിലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ബന്ധമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ SITക്ക് ഒരു തരത്തിലും ഈ ശ്രീകൃഷ്ണന് ബന്ധമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസാരിച്ചതിന്റെ കോൾ രേഖകൾ CDR ഉൾപ്പെടെ SITക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഫോണിലൂടെ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു ഇറിഡിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കച്ചവടത്തിന് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഫോണിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഫോട്ടോ കാണിച്ചു തന്നാൽ വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അതുപോലെ തന്നെ ഡിണ്ടിഗലിലെ M സുബ്രഹ്മണ്യം എന്ന ഡി മണിയെ അറിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബാലമുരുകനെ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാലമുരുകനും ഡി മണിയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും ഇവർ 3 പേരുമാണ് കൂട്ടാളികൾ എന്നുള്ളതാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജപാളയത്തെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. താൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് നിലവിൽ. അതുപോലെ തന്നെ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുകയാണ്. പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം തനിക്ക് ഒരു തരത്തിലും ബന്ധമില്ല. കേരളവുമായിട്ട് തന്റെ മകൾ തിരുവനന്തപുരത്ത് VSSCയിലാണ് പഠിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ തന്റെ ബന്ധുക്കളുണ്ട്. അവിടെ ഇടയ്ക്ക് വന്ന് പോകാറുണ്ട്. ശബരിമലയിൽ വിവാഹം കഴിക്കുന്നതിന് മുന്നേ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരിക്കൽ പോലും അങ്ങോട്ടേക്കും പോയിട്ടില്ല. ഒരു തരത്തിലും മറ്റ് ബിസിനസ്സുകൾ കേരളത്തിലില്ല എന്നാണ് ഈ ശ്രീകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് SITയുടെ ഭാഗത്തു നിന്നാണ് ഇനി കണ്ടെത്തുകയും ചെയ്യേണ്ടത്. എന്തായാലും ശ്രീകൃഷ്ണൻ
പഠിച്ച് പറഞ്ഞ ആ മറുപടിയാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് ഇന്ന് നമ്മൾക്ക് ലഭ്യമായതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പറച്ചിലിൽ കൃത്യമായ കരുതലുണ്ടായിരുന്നു. ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് ആ പ്രതികരണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.